നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് നമ്മുടെ രാജ്യം 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ദിവസമാണ്. ഈ ദിവസം തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ദിവസമാണ് ഈ ഒരു കാര്യം സംസാരിക്കാൻ ഏറ്റവും പെർഫെക്റ്റ്. എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് രാവിലെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഇറ്റലിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോർജിയ മെലണിയുടെ ഒരു പോസ്റ്റ് കണ്ടു. ഒരു റീലാണ്. അപ്പൊ ഞാൻ ആ റീലിന്റെ കമന്റ് സെക്ഷൻ നോക്കിയപ്പോൾ ആ കമന്റ്സിൽ 90% ഇറ്റലിക്കാരല്ല കമന്റ്സ് ഇട്ടേക്കുന്നത്, ഇന്ത്യക്കാരാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കമന്റ്സ് അല്ല, ഡിസ്റെസ്പെക്ട് ആയിട്ടുള്ള കമന്റ്സ്. കൂടുതലും നരേന്ദ്രമോദിയെ വലിച്ചിഴിച്ചുകൊണ്ടുള്ള കമന്റ്സുകളാണ്. അതിൽ 1-2 കമന്റ്സുകൾ ഞാൻ കൊടുത്തേക്കാം. കണ്ടല്ലോ. പ്ലീസ് ടെൽ യുവർ ബോയ് ഫ്രണ്ട് ടു റിസൈൻ. എന്തൊരു കമന്റ് ആണത്! എന്ത് സംസ്കാരമില്ലായ്മയാണ് കാണിച്ചേക്കുന്നത്! ഇത് ഒരു പോസ്റ്റിലെയോ ഒരു റീലിലെയോ കാര്യമല്ല. അവരുടെ മിക്ക പോസ്റ്റുകളിലും മിക്ക റീലുകളിലും ഇതേപോലെ ഇന്ത്യക്കാർ ചെന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ കമന്റ്സുകൾ ഇടുകയാണ്. കമന്റ്സ് മുഴുവൻ ഇത്തരത്തിലുള്ള കമന്റ്സ് ആണ്. റെസ്പെക്ട് ആയിട്ട് കമന്റ്സ് ഇടുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് യാതൊരു രീതിയിലുള്ള മര്യാദയും ഇല്ലാതെ തോന്നിവാസം എഴുതിയിടുന്ന ആൾക്കാരെ നമുക്ക് അതിന് ധാരാളം കാണാൻ വേണ്ടി സാധിക്കും. ഈ ഇംഗ്ലീഷിലുള്ള കമന്റ്സുകൾ അവർ വായിക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, വായിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ പറ്റിയിട്ടും ഇവിടെയുള്ള ജനങ്ങളെ പറ്റിയിട്ടും എന്തായിരിക്കും അവർ വിചാരിക്കുന്നത്? മറ്റൊരു രാജ്യത്തിലെ പ്രസിഡന്റ് ആണ്. അതായത് നമ്മുടെ നാട്ടിലെ പ്രൈം മിനിസ്റ്റർക്ക് നമ്മൾ എത്ര റെസ്പെക്ട് കൊടുക്കുന്നോ അതേപോലെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി, ഒരു വനിത, അവരുടെ അടുത്താണ് ഇത്തരം തോന്നിവാസങ്ങൾ ആൾക്കാർ പോയി കമന്റ്സ് ഇടുന്നത്. എന്ത് കാര്യത്തിന്? അപ്പൊ ഇത്രയും അധപ്പതിച്ചു പോയോ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അധപ്പതനത്തിന്റെ അങ്ങേ അറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഇന്ത്യക്കാര് സംസ്കാരമുള്ളവരാണ് എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവരാണ്. നമ്മുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും വിശ്വാസത്തിലും ഒക്കെ നമ്മൾ അതിനെയൊക്കെ ബഹുമാനിക്കുകയും നമ്മൾ അതിനൊക്കെ ആ പാരമ്പര്യത്തിൽ നമ്മൾ ഭയങ്കര വലിയ ആൾക്കാരാണ് എന്നുള്ള ആ ഒരു ചിന്താഗതി ഉള്ളവരാണ്. ആതിഥേയ മര്യാദ ഏറ്റവും കൂടുതലുള്ളവരാണെന്നാണ് പറയുന്നത്. മറ്റു രാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാർ, അതിപ്പം ആരും ആയിക്കോട്ടെ, അവരുടെ വിശ്വാസം എന്തായിക്കോട്ടെ, അവരുടെ വസ്ത്രം എന്തായിക്കോട്ടെ, അവരുടെ ഭാഷ ഏതായിക്കോട്ടെ, അവരെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ബഹുമാനിക്കുന്നവരാണ്. ഈവൻ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ ആരും ആയിക്കോട്ടെ, നമ്മൾ പരസ്പരം പല വിശ്വാസങ്ങളും പല വസ്ത്രധാരണവും പല ടേസ്റ്റുകളും ഒക്കെയുള്ള ആൾക്കാരാണ് നമ്മൾ. പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് ഒത്തൊരുമയോട് കൂടിയിട്ട് ജീവിക്കാനാണ് നമ്മൾ കുഞ്ഞിലേ മുതലേ പഠിച്ചു വരുന്നത്. അപ്പൊ ആ ഒത്തൊരുമയും ആ ഒരു റെസ്പെക്റ്റും ബഹുമാനവും പാരമ്പര്യവും ഒക്കെ എവിടേക്ക് പോയി? ഇപ്പൊ സംസ്കാരമില്ലായ്മയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലുള്ള സംസ്കാരവും ആൾക്കാരുടെ ഉള്ളിലില്ല. ഇത്തരം വൃത്തികേടുകൾ കാണിച്ചുകൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ പേര് തരം താഴ്ത്തുകയാണ്. അവരങ്ങനെയല്ലേ ചിന്തിക്കത്തുള്ളൂ? ഇന്ത്യക്കാരെല്ലാവരും ഇത്രയും സംസ്കാരമില്ലാത്ത, ഇത്രയും ബഹുമാനമില്ലാത്ത, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ജീവികളാണോ എന്ന് വിചാരിക്കും. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ കാണിക്കുന്ന പരിപാടിയല്ലല്ലോ, അല്ലെങ്കിൽ എഴുതിയിടുന്ന കമന്റ്സ് അല്ലല്ലോ അവർ എഴുതിയിട്ടേക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം വൃത്തികെട്ട പരിപാടികൾ കാണിക്കാതിരിക്കുക. ഇതിലൂടെ എന്ത് റെവല്യൂഷനാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് ഉള്ളത് മനസ്സിലാവുന്നില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിലെ ഭരണകൂടത്തോട് നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാകാം, എതിർപ്പുകൾ ഉണ്ടാകാം. നമ്മളെല്ലാവരും എല്ലാം അംഗീകരിക്കുന്നവരൊന്നും അല്ല. ഇപ്പം ഞാൻ തന്നെ, എനിക്ക് ശരിയായിട്ട് തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് തെറ്റായിരിക്കാം, മറ്റൊരാളുടെ തെറ്റ് എനിക്ക് ശരിയായിരിക്കാം. അപ്പൊ നമുക്ക് വിമർശനങ്ങൾ പറയാം, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം, ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. അതിപ്പോ രാഷ്ട്രീയത്തിലായിക്കോട്ടെ, എന്ത് കാര്യത്തിലായിക്കോട്ടെ. അപ്പൊ രാഷ്ട്രീയ നേതാക്കളുടെ പ്രവൃത്തിയിൽ, അതിപ്പോ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരുടെ പ്രവൃത്തികളിൽ, അവരുടെ കാര്യങ്ങളിൽ, അവരുടെ ചിന്താഗതിയിൽ, ഐഡിയോളജിയിലൊക്കെ നമുക്ക് ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടായിരിക്കാം. അത് റെസ്പെക്റ്റോട് കൂടിയിട്ട് രേഖപ്പെടുത്താൻ കഴിയുമ്പോഴാണ് നമ്മൾ എപ്പോഴും ഈക്വൽ ആവുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്വയം തരം താഴ്ത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ഇത്തരം വൃത്തികെട്ട കമന്റ്സുകൾ ഇടുമ്പോൾ നമ്മൾ മറ്റുള്ളവരെയാണ് തരം താഴ്ത്തുന്നത് എന്ന്. അതായത് നമ്മൾ കമന്റ്സുകൾ ഇടുന്നവരെ തരം താഴ്ത്തുകയാണെന്ന്. ഒരിക്കലുമല്ല. നമ്മൾ നമ്മുടെ സംസ്കാരത്തെ തന്നെ, നമ്മുടെ വിശ്വാസത്തെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യുകയും തരം താഴ്ത്തുകയും ചെയ്യുകയാണ്. നമ്മളിങ്ങനെ താഴോട്ട് പോകുന്നതല്ലാതെ ആരും, നമ്മളെ ആരെയാണോ വൃത്തികേട് പറയുന്നത് അവരൊരിക്കലും താഴോട്ട് പോയില്ല. നമ്മളാണ് സ്വയം ചെറുതാകുന്നത് അവരുടെ മുമ്പിൽ. അപ്പൊ ഇത്രയധികം പാരമ്പര്യവും ഇത്രയധികം വിശ്വാസവും, ഇപ്പൊ 80 വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്.
അന്ന് മുതൽ നമ്മൾ കെട്ടിപ്പടുത്ത് കൊണ്ടുവന്ന വലിയൊരു ഇതുണ്ട്, ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തെ നാണം കെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മുടെ രാജ്യത്ത് കടന്ന് കാണിക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ, അത് നമ്മളല്ലേ കാണുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഇത് മറ്റൊരു രാജ്യത്തിലെ പ്രസിഡന്റിന്റെ കമന്റ് സെക്ഷനിൽ പോയി അവരുടെ പോസ്റ്റുകളുടെ അടിയിലെല്ലാം ഇങ്ങനെ വൃത്തികേടുകൾ എഴുതിയിട്ടേക്കാണ്. ഇതേ കമന്റ് ഞാനിപ്പോൾ ആദ്യം കാണിച്ച തന്നെ, പ്ലീസ് ടെൽ യുവർ ബോയ് ഫ്രണ്ട് ടു റിസൈൻ. ബോയ് ഫ്രണ്ടോ? അവരെപ്പോഴാ ബോയ് ഫ്രണ്ടായി? നയതന്ത്രപരമായി അവരങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉടനെ രാജ്യത്തിലുള്ള നേതാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന പദം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവരൊരു സ്ത്രീയല്ലേ, 48 വയസ്സുള്ളൊരു സ്ത്രീയാണ്. ഒരു സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് അറിയാത്ത ആൾക്കാരാണോ രാജ്യത്തിലെ പ്രധാനമന്ത്രിയെ പഠിപ്പിക്കാനിരിക്കുന്നത്? രാജ്യത്തെ പ്രധാനമന്ത്രിയെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ആൾക്കാരെ നമുക്ക് കാണാം. ഒരു സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് അറിയില്ല, നേരായ രീതിയിൽ എങ്ങനെ ഭാഷ ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല, റെസ്പെക്റ്റോട് കൂടിയിട്ട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാത്തവരാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നടക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. വിമർശിക്കണമെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ഒരു മര്യാദയും ഒരു റെസ്പെക്റ്റും ഒക്കെ ഉള്ളവരായിരിക്കണം. നമുക്ക് സ്വയം നമുക്കൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം, നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ വിമർശിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആ സ്റ്റാൻഡേർഡിനുള്ളിൽ നിന്നുകൊണ്ട്, ആ ഒരു ക്വാളിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ ക്വാളിറ്റിയോടുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വിമർശിക്കാം. നല്ല ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിമർശിക്കാം. അങ്ങനെ വിമർശിക്കുന്നവരുടെ കൂടെ മാത്രമേ ആൾക്കാർ നിൽക്കത്തുള്ളൂ. അല്ലാതെ ഇതുപോലെ വൃത്തികേട് പറയുന്നവരുടെ കൂടെ ആൾക്കാർ നിൽക്കത്തില്ല. അവർക്ക് മാനസിക രോഗമാണെന്നേ കരുതത്തുള്ളൂ. ഇത് മാനസിക രോഗം തന്നെയല്ലേ? ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക രോഗമാണ്. എന്ത് റെവല്യൂഷനാണ് ഇത്തരം പദപ്രയോഗങ്ങളിലൂടെ നിങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്? ഇതിൽ ജെൻസി കാണും, പല പ്രായപരിധിയിലുള്ളവരായിരിക്കാം ഈ കമന്റ്സ് ഇട്ടത്. ജെൻസി കമന്റ്സ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് റെവല്യൂഷനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? അവരെ പോയി കളിയാക്കിയത് കൊണ്ട് കളിയാക്കലുകൾ മാത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതാണോ വിമർശനം? അപ്പൊ ഇതാണോ റെവല്യൂഷൻ? റെവല്യൂഷൻ ആയിക്കോട്ടെ, നമ്മൾ ക്രിറ്റിസിസം ആയിക്കോട്ടെ, അതൊക്കെ നേരായ രീതിയിൽ നടത്തിയെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തരത്തുള്ളൂ. അല്ലാതെ റെവല്യൂഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പോയി കിടന്ന് കുറെ കോപ്രായം കാണിച്ചുകൊണ്ടോ, ക്രിറ്റിസിസം ആണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ തോന്നിവാസം പറഞ്ഞുകൊണ്ടോ, കളിയാക്കലുകൾ നടത്തിക്കൊണ്ടോ ഒന്നും ആവത്തില്ല. ഇപ്പൊ ഈ ക്രിറ്റിസിസത്തിന്റെ റെവല്യൂഷന്റെ ഒക്കെ റിയൽ മീനിങ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിറ്റിസിസം നടത്തുക, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം, കൃത്യമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൃത്യമായ രീതിയിലുള്ള വിമർശനങ്ങൾ രേഖപ്പെടുത്തുക, നല്ല രീതിയിൽ സംസാരിക്കുക. ഇതൊക്കെ നമ്മുടെ പാരമ്പര്യമാണ്, നമ്മുടെ സംസ്കാരമാണ്. നമ്മൾ നമ്മുടെ ആ ഒരു റൂട്ട്, നമ്മുടെ ആ ഒരു അന്തസത്ത അത് കളഞ്ഞു പൊളിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി പാടില്ല. എപ്പോഴാണോ ഈ രാജ്യത്തുള്ള ഒപ്പോസിഷൻ ആയിക്കോട്ടെ, ഭരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഭരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരായിക്കോട്ടെ, ഒപ്പോസിഷനെ സപ്പോർട്ട് ചെയ്യുന്നവരായിക്കോട്ടെ, ഇനി ബാക്കി എല്ലാ പ്രിൻസിപ്പിൾസ് സപ്പോർട്ട് ചെയ്യുന്നവരായിക്കോട്ടെ, അവരൊക്കെ എപ്പോഴാണോ സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് വളരെ വൃത്തിയായിട്ട് ബഹുമാനത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങൾ രേഖപ്പെടുത്തുന്നത്, എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം ഡെവലപ്പ് ആവത്തുള്ളൂ. അത്തരം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് അധപ്പതിച്ചു പോകും. അപ്പൊ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ഒരു ദിവസമെങ്കിലും, ഇത്തരം ദിവസങ്ങളിലെങ്കിലും നമ്മൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ രാജ്യം ഈ ലെവലിൽ എത്തിയത്, എത്ര പേരുടെ കണ്ണീരാണ്, എത്ര പേരുടെ പ്രാർത്ഥനയാണ്, എത്ര പേരുടെ കഷ്ടപ്പാടാണ് ഈ രാജ്യത്തെ ഈ ലെവലിലേക്ക് എത്തിച്ചത്. അതിന് മുമ്പുള്ള നമ്മുടെ സംസ്കാരം എന്തായിരുന്നു, നമ്മുടെ പാരമ്പര്യം എന്തായിരുന്നു, നമ്മുടെ വേരുകൾ എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് വരും, കുറച്ച് വിവരവും വിദ്യാഭ്യാസവും, കുറച്ചൊക്കെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ വരും. നമുക്ക് ക്രിറ്റിസിസം ചെയ്യണമെന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ വിമർശിക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്ക് വിമർശിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് വിമർശിക്കുക. വിമർശനം എന്ന് പറയുന്നത് ഇതല്ല, ഇങ്ങനെ തോന്നിവാസമൊക്കെ എഴുതിയിട്ട് മറ്റൊരു രാജ്യത്തുള്ള പ്രസിഡന്റിന്റെ കമന്റ് സെക്ഷനിൽ പോയി തോന്നിവാസം എഴുതിയിടുകയും വൃത്തികേട് എഴുതിയിടുകയും അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നതൊന്നും അല്ല ക്രിറ്റിസിസം. ഇതൊന്നും വലിയ എന്തോ സംഭവമല്ല. നമ്മൾ സ്വയം ചെറുതാവുകയാണ്, രാജ്യത്തിന്റെ പേര് നശിപ്പിക്കുകയാണ് എന്ന് വിചാരിക്കുക.